ലുക്സ് മാക്സിങ് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത് ബെസ്റ്റ് ലുക്ക് ആക്കുക. അതാണ് ലുക്സ് മാക്സിങ്ങിന്റെ കോൺസെപ്റ്റ്. ലുക്സ് മാക്സിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ മാതിരി മോത്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതും ഇവിടെ ഇട്ടിങ്ങനെ വരച്ചാൽ ഇവിടുത്തെ ഇതെല്ലാം പോകുന്നൊക്കെ പറഞ്ഞാൽ കാണാറുണ്ട്. ഞാൻ ആകെപ്പാട് വർക്കൗട്ടിന്റെ കേസ് മാത്രം നോക്കാറുള്ളൂ. വേറെ ലെവലിൽ മാത്രമേ കേൾക്കാറുള്ളൂ. വേറെ എന്തൊക്കെ കോൺസെപ്റ്റില്ല. അപ്പോൾ മോർണിംഗിന് പറയുന്നത് മോർണിംഗ് അല്ല മ്യൂയിങ്. ലുക്സ് മാക്സിങ് ഇത് എല്ലാവരും ഓൺലൈനിൽ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ കാണിക്കുന്ന സംഭവം. അപ്പോൾ ലുക്സ് മാക്സിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ചില ലുക്സിനെ ഒരു നമ്മളൊരു മനുഷ്യനാണ്, അപ്പോൾ മനുഷ്യനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ലുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത് ബെസ്റ്റ് ലുക്ക് ആക്കുക. അപ്പോൾ അതാണ് ലുക്സ് മാക്സിങ്ങിൻ്റെ കോൺസെപ്റ്റ്. സംഗീതം ഒരിടയ്ക്ക് ഫോളോ ചെയ്യുമായിരുന്നു. അവൻ കുറച്ച് എക്സസൈസും സംഭവങ്ങളൊക്കെ ലുക്സ് മാക്സിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളുടെ തോട്ട്സാണ് വരുന്നത്. അപ്പോൾ അറിയില്ലാത്തവർക്ക് ഇത് തന്നെയാണ്. അപ്പോൾ ലുക്സ് മാക്സിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സോഫ്റ്റ് മാക്സിങ് ഉണ്ട്, ഹാർഡ് മാക്സിങ് ഉണ്ട്. സോഫ്റ്റ് മാക്സിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ഗ്രൂമിങ് സംഭവങ്ങളൊക്കെ നോക്കി നന്നായിട്ട് കൊണ്ടു നടക്കുക. ഹാർഡ് മാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സർജറി സംഭവങ്ങളൊക്കെ വരും. ബോൺ ക്രഷിങ്, ബോണൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്ത് പല പല ആംഗിളിൽ മാറ്റി വെക്കും. ലിപ്സിലൊക്കെ ഫില്ലേഴ്സ് നിറച്ച് കുണ്ടിയൊക്കെ വലുതാക്കി വെക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അത് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ലെവൽസ് ഉണ്ട് ഇതിന്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതിൽ ഇതാരുടെ ടോപ്പിക്, ഇത് എൻ്റെ ടോപ്പിക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇല്ല ഞാൻ ജസ്റ്റ് ഇതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഇതില് ലുക്സ് മാക്സിനെ കുറിച്ച് നിനക്ക് എന്താ സ്റ്റാർട്ട് ചെയ്ത് ലുക്സ് മാക്സിങ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ലുക്കൊക്കെ അടിപൊളിയാക്കി മാക്സിമായിട്ടിരിക്കണമെങ്കിൽ അവരവരുടെ സ്വന്തം ശരീരം നോക്കിയാൽ മതി. കുറച്ചൊക്കെ ഇപ്പം നീട്ട വീഡിയോയിലാണെങ്കിലും അവൻ്റെ ആ ഡിഫറൻസ് കാണുന്നത് അവൻ കുറച്ച് ഫാറ്റ് കട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അവൻ്റെ മുഖത്തുനിന്ന് കുറേ ഫാറ്റ് പോയി. അപ്പോൾ അവൻ്റെ കവളൊക്കെ കുറേ കൂടെ ഒട്ടി. സോ അതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവൻ ഒന്നാമത്തെ കാര്യം, അവൻ മുടി വെട്ടി ബസ് കട്ട് അടിച്ചു. എന്നിട്ട് അവന്റെ പിരികെ ഒന്ന് അവൻ ഇച്ചിരി ഇത് ചെയ്തു. എന്നിട്ട് അവന്റെ മുഖത്തെ ഫാറ്റ് എല്ലാം പോയി. കാണാത്തവർക്കൊന്ന് കാണിച്ചു കൊടുത്താലോ. സോ അപ്പോ വ്യൂ ഇട്ടാണ് കാണാൻ പറ്റില്ല. ഇതാണ് സംഭവം. ഇതുപോലെ ലുക്കന്മാരായി കിട്ടും. ഇതുപോലെ ജോലൈനൊക്കെ വരും. നീ പറഞ്ഞു. സോ അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ കോൺസെപ്റ്റിൽ നല്ലൊരു ലുക്കായിട്ടിരിക്കണമെങ്കിൽ ഒരു ഫിറ്റായിട്ടുള്ള ബോഡിയും പിന്നെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, സ്വന്തമായിട്ട് സെൽഫ് കെയർ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ലുക്കിൽ തന്നെ വരും. അതിലിപ്പോൾ വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. അതിനിപ്പോൾ ഈ ലുക്സ് മാക്സിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ മാതിരി മുഖത്തിട്ടിങ്ങനെ വരയ്ക്കുന്നതും ഇവിടെ ഇട്ടിങ്ങനെ വരച്ചാൽ ഇവിടുത്തെ ഇതെല്ലാം പോകുന്നൊക്കെ പറഞ്ഞാൽ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ സ്വന്തം ശരീരം നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഞാൻ കണ്ടെടുത്തോളം എന്താ പറയാ, വേണമെന്നാ പറയുന്നത്. നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഫാറ്റ് ഒക്കെ ഇറങ്ങിപ്പോ കുറെ കാര്യങ്ങളിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെറ്റർ ആവും. ഇപ്പൊ പറഞ്ഞു. സോ അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ലുക്സ് മാക്സിംഗിൽ ഇപ്പോൾ സോഫ്റ്റ് മാക്സിംഗിൽ ഇതെല്ലാം വരുന്നുണ്ട്. സോഫ്റ്റ് മാക്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട്. അപ്പൊ അതിന് മനസ്സിലായി, അറിയാം. ബോഡി നോക്കുന്നത്, താടി പഠിക്കുന്നത്. ഇത് സോഫ്റ്റ് മാക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർഡ് മാക്സിന്റെ ആവശ്യം കിട്ടും. ഹാർഡ് മാക്സ് ചെയ്യുന്നത് കുറച്ചുകൂടി എക്സ്ട്രീമാണ്. അതായത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ കൈലി ജെന്നറൊക്കെ എങ്ങനെ ഇരുന്നത്, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്. സോ അപ്പൊ അവരൊക്കെ ഫില്ലേഴ്സ് ആഡ് ചെയ്തതും ഇതുപോലെ ഇവൻ പറഞ്ഞാൽ ഈ സർജറി ചെയ്തതും കോസ്മെറ്റിക് സർജറി. കെൻഡൽ ജെന്നർ എനിക്ക് തോന്നുന്നത് സോഫ്റ്റ് കെൻഡലോ ആളുടെ അതൊന്നും എനിക്കറിയില്ല. അവരാ ഫാമിലി ഫുൾ ആൾക്കാർ എന്തൊക്കെയൊക്കെ ചെയ്യാറുണ്ട്. അവര് കെൻഡലിലും കണ്ടിട്ടുണ്ടോ? കെൻഡല് ഒന്നുമില്ല, ജസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, മാത്രമേ ഉള്ളൂ. ഫിസിക്ക് വേണ്ടി ഇതുവരെയൊക്കെ കുറെയൊക്കെ ഫാറ്റ് എടുത്ത് കളയുന്നുള്ളത്. അവർ റെഗുലർ ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖത്ത് ഫാറ്റ് വരത്തില്ല. പിന്നെ ഇവിടുന്ന് താടി ഇവിടുന്ന് ഇങ്ങനെ വലിച്ചു വെക്കുന്ന പരിപാടിയുണ്ട് ജോലയും വരാൻ വേണ്ടിയിട്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലിയൊക്കെ തന്നെ വരും. പിന്നെന്താ, പിന്നെ സ്കിൻ കെയർ വർക്കൗട്ട് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ ചിലപ്പോൾ സൺസ്ക്രീൻ ഒക്കെ തൂക്കേണ്ടി വരും. ഐ മീൻ വെയിലൊക്കെ അടിക്കുമ്പോഴേ ഇച്ചിരി ഡാർക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീൻ തൂക്കുന്നത് നല്ലതാ. അപ്പോൾ അത് റെഗുലറായിട്ട് ചെയ്ത് സ്കിന്നിന് നല്ലതാ. പിന്നെ ഞാൻ നോക്കി ഇപ്പോൾ നന്നായിട്ട് ഉറങ്ങണമെന്നുണ്ട്. 8 hours സ്ലീപ്പ് എന്തായാലും വേണം. അപ്പോൾ ഡാർക്ക് സർക്കിൾസ് ഒന്നും വരത്തില്ല. അത്രക്കൊക്കെ മതി. ഇത് ഒരു റെഗുലറായിട്ട് എന്താ ഹെൽത്തി ആയിട്ട് ജീവിക്കണം. പിന്നെ നീ ഒരു ലുക്ക് മാക്സിംഗ് ഹേറ്റർ ആണ് ബേസിക്കലി. ലുക്ക് മാക്സിംഗ് ഹേറ്റർ എന്ന് ഞാൻ പറയാം. എന്തുവാണ് അങ്ങനെ പറയാൻ? ഈ ഹാർഡ് മാക്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഈ ചുണ്ടത്ത് ഇങ്ങനെ കുത്തി അത് ആർട്ടിഫിഷ്യൽ ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഈ പറയുന്ന സ്കിൻ കെയറിന്റെ കേസ് ആണെങ്കിലും ഞാൻ ആകെപ്പാട് വർക്കൗട്ടിന്റെ കേസ് മാത്രമേ നോക്കാറുള്ളൂ. സ്കിൻ കെയർ
നോക്കാറില്ല, സാധനം വാങ്ങിച്ചു വെക്കും, വാങ്ങിച്ചു വെച്ചിട്ട് വേറെ ലെവലിൽ മാത്രമേ തേക്കാറുള്ളൂ ബെൻസ് ബൈക്ക്. പെൺകുട്ടികളൊക്കെ ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികളൊക്കെ ബെൻസ് ബൈക്കൊക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ മാരേജ് അല്ല, ഞാൻ എനിക്കുള്ള സാധനം വാങ്ങിച്ചു വെച്ചാൽ ഞാൻ തേക്കത്തില്ല, മറന്നു പോകും. പിന്നെ അത് ആകപ്പാടെ വർക്കൗട്ട് മാത്രം റെഗുലർ ആയിട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നുമില്ല. സംഗീതം ചെയ്തിട്ട് എന്തൊക്കെയാണ് നിന്റെ എക്സ്പീരിയൻസ്? ജോലയും വന്നു നിനക്ക്? ഞാൻ ലിപ് മാക്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇതിനെ പറ്റി കേട്ടായിരുന്നു. ഇത് തുടങ്ങിയ സമയത്ത് ആൾക്കാർ മെയിനായിട്ട് തുടങ്ങിയെന്ന് വെച്ചാൽ മ്യൂയിങ് ആയിരുന്നു. ഇങ്ങനെ നാക്ക് മുകളിലേക്ക് ചെയ്ത് വെക്കും, എന്ന് വെച്ചാൽ ജോലയും വരും, നാക്ക് ഇങ്ങനെ വളച്ച് മുകളിലേക്ക് വെക്കും. ഇങ്ങനെ കാണാൻ പറ്റില്ല, അത് മനസ്സിലാവത്തില്ല. എന്ന് വെച്ചാൽ ആൾക്കാരപ്പോ വീഡിയോ ഇടുമ്പോ അവര് വാ തുറക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന അവര് മ്യൂ ചെയ്തോണ്ടിരിക്കുക, എന്നുവെച്ചാൽ അവർ ചുമ്മാ ഇരിക്കും ഇങ്ങനെ മ്യൂ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇവിടുത്തെ ഫാറ്റ് കുറയുന്നതാണ് പറയുന്നത്, പക്ഷെ അതിനൊരു ലോജിക്കൽ സെൻസും ഇല്ല. അത് തൽക്കാലത്തേക്ക് വരും, പക്ഷെ നാക്കണ്ട് നേരെയാക്കി കഴിയുമ്പോ ഓക്കെയോ ട്രെയിൻ ചെയ്തോണ്ടിരിക്കും അത് കണ്ടിന്യൂസ്ലി. അപ്പോൾ അത് പക്ഷെ അത് അതിന് ലോജിക്കൽ സെൻസ് ഒന്നും ഇല്ല. കാരണം ജോലൈൻ എന്ന് വെച്ചാൽ ബോണാണ്. ഇതിപ്പോ എന്തെങ്കിലുമൊക്കെ ട്രെയിൻ ആവുന്നുണ്ടെങ്കിൽ നാക്കിന്റെ മസിലാണ് ട്രെയിൻ ആവുന്നത്. പക്ഷെ ജോലൈൻ ബോണായോണ്ട് വെച്ചോണ്ടിരുന്നാൽ മതി ജോലി വരും പറയാറുണ്ടല്ലോ. അതുകൊണ്ട് മസിൽ വരും, പക്ഷെ ഫാറ്റ് അടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടും വരത്തില്ല. അത് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെ ചിലവർക്ക് ബോൺ സ്ട്രക്ചർ ഇല്ല. അത് ചിലവർക്ക് അവര് ജനറ്റിക്കലി ഇങ്ങനെ ഉണ്ടയായിട്ടായിരിക്കുന്നത്, അവരുടെ ബോൺ ഉണ്ടയായിട്ടായിരിക്കുന്നത്. അവർക്കൊക്കെ ഇപ്പം പറഞ്ഞ ഹാർഡ് ചെയ്യേണ്ടി വരും മിക്കവാറും. പക്ഷെ ഇത് നല്ലൊരു കോൺസെപ്റ്റ് ആണ് ഞാൻ നോക്കിയിട്ട്. കാരണം ഇതിപ്പോൾ വന്നേ പിന്നെ എല്ലാവർക്കും കുറച്ചുകൂടെ ബ്രൂമിങ്, നമ്മൾ മുടിയൊക്കെ കട്ട് ചെയ്യണം കോൺസ്റ്റന്റ്ലി, നമ്മൾ ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ സോഷ്യൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ കുറേയൊക്കെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ഇത് വ്യത്യാസം. ഇപ്പോൾ നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ട വീഡിയോയിൽ പുള്ളി ബസ് കട്ട് ചെയ്താക്കണേ, എന്ന് വെച്ചാൽ പുള്ളിയുടെ ഇത് മനസ്സിലാക്കി ഫേസ് സ്ട്രക്ചർ എന്തായിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ പുള്ളി മുടി ഭയങ്കര കൂടുതലുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഒരാൾക്ക് ഇച്ചിരി മുടി ഉണ്ടെങ്കിലാണ് കാണാൻ ലുക്ക്. പക്ഷെ പുള്ളിയുടെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി തന്നെ പുള്ളീനെ മനസ്സിലാക്കുക ചെയ്തു 1 വർഷം കൊണ്ട്. അപ്പോൾ പുള്ളിയുടെ ഫേസിന് സൂട്ട് ചെയ്യുന്ന ബസ് കട്ടാ. ഇതിൽ വേറെ എന്തൊക്കെ കോൺസെപ്റ്റ്? അപ്പൊ മോർണിംഗ് നീ പറഞ്ഞു വേറെ എന്താ ഉള്ളത്? മ്യൂവിങ്ങിന് തന്നെ പലതുണ്ട്. ഇവനീ കാണിച്ചാൽ ഇങ്ങനെ, പിന്നെ ഈ മോദമായിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ്. അത് അൾട്ടിമേറ്റ് സാധനം. അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ജോലി ഇങ്ങനെ പിടച്ചു വരുന്നതാണ്. സംഗീത രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇത് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് സ്റ്റിറോയിഡ്സിന്റെ എന്തോ സംഭവം ഉണ്ട്. സ്റ്റിറോയിഡ്സ് എടുക്കുന്നതിന് ഒരു പേര് പറയും, സ്റ്റിറോയിഡ് മാക്സിങ്. ദൈവം അതാണ് നിന്റെ സംഭവം. ഷൈനക്ക് എന്താ വന്നത്? എനിക്ക് നിങ്ങളൊക്കെ പറഞ്ഞ തന്നെ പറയുള്ളൂ. ലൈക്ക് ചെറിയ രീതിയിലൊക്കെ നല്ല ബോഡി നോക്കുന്നത്, അല്ലാതെ മറ്റേ സർജറി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തികേടാണ്. ലൈക്ക് നല്ലതിനൊക്കെ കൂടുതൽ കാണാൻ ഒരു ലുക്കൊന്നും ഇല്ല. ഒരുമാതിരി തവളയൊക്കെ പോലെ ഇരിക്കുന്നത്. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തോട്ട് കഴിയുമ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ പോലെ ഒരു നാച്ചുറാലിറ്റി ഇല്ല. അതൊക്കെ പണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ എല്ലാം ഒറിജിനലാ. തൊട്ട് കഴിഞ്ഞാൽ എല്ലാം ഒറിജിനൽ സ്കിൻ പോലെ തന്നെ തോന്നും. പ്ലാസ്റ്റിക് സർജറി ചെയ്താലും സർജറി അതാണല്ലോ. തൊട്ട് കഴിഞ്ഞാൽ മീൻസ് ഈ റിയൽ സ്കിന്നിന്റെ ഒരു ഫീൽ കിട്ടില്ല എന്നാ പറയുന്നത്. അത് എന്തായാലും കിട്ടും. അതൊക്കെ ഇപ്പൊ നമ്മുടെ എല്ലാ ബോളിവുഡ് സെലിബ്രിറ്റി എല്ലാവരും, അനുഷ്ക ശർമ്മയുടെ ലിപ്സ് പണ്ട് അങ്ങനെ അല്ലായിരുന്നു. തൊട്ട് നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ല. പണ്ടങ്ങനല്ല. പക്ഷെ അത് ഇപ്പോഴത്തെ ഇത് വെച്ച് എന്തായാലും പറ്റും. അത് പ്ലാസ്റ്റിക് സർജറി എന്ന് വെച്ചാൽ ബേസിക്കലി സ്കിന്ന് തന്നെയാണ്. പക്ഷെ ദുൽഖർ സൽമാൻ ഇരിക്കുന്ന ഓർമ്മയില്ല പണ്ട്? വലിയ ചെവിയും ഒരു ഉണ്ടക്കണ്ണും വലിയ മൂക്കും. ഭയങ്കര നാച്ചുറൽ ആണ് ഇപ്പൊ ഇന്നത്തെ ജനറേഷനിൽ. ഈ കൊറിയൻ അമ്മമാരൊക്കെ K-പോപ്പിലെ. സോ ഇതില് ഞാനാണെങ്കിലും എനിക്ക് എന്റെ ഫൈനൽ തോട്ട്സ് ആടിയാണെങ്കിൽ ഇത് ഞാൻ നോക്കി തുടങ്ങിയപ്പോഴത്തേനും കുറേ ഓൾമോസ്റ്റ് എല്ലാ ബോളിവുഡ് സെലിബ്രിറ്റീസും ബോളിവുഡും എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഹാർഡ് മാക്സ് എന്ന് പറഞ്ഞ സംഭവം. സർജറിയും ലിപ് ഫില്ലേഴ്സും സ്മൈൽ കറക്ഷനും സർജറി അങ്ങനെ സംഭവങ്ങൾ ഇപ്പോൾ മറുപടി സംഭവങ്ങൾ അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ട്. പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് ഞാനിതിൽ നോക്കി തുടങ്ങിയപ്പോഴത്തേനും കാര്യം പറഞ്ഞ ഇത് വർക്ക് ചെയ്യൂല എന്ന് എനിക്ക് തോന്നുന്നില്ല. ചില സംഭവങ്ങളൊക്കെ എനിക്കൊന്ന് വർക്ക് ചെയ്യും. പറഞ്ഞ പോലത്തെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഇതുപോലെ ട്രാൻസ്ഫോർമേഷൻ സംഭവങ്ങളൊക്കെ അമ്മമാർ ഇട്ടേക്കുന്നതാണ് ഒക്കെ തോന്നുന്നുണ്ട്. അറിയില്ല, സർജറിയാണ് സംഭവം, എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിന് കുഴപ്പമില്ല. അപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റിന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ എനിക്ക് പ്രശ്നം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ജിമ്മിൽ പോകുന്ന ആൾക്കാരിലാണെങ്കിലും എനിക്ക് പ്രശ്നം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർ
അവർക്ക് കുറേ ആൾക്കാർ ജിമ്മിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർ ജിമ്മിൽ വന്നു കഴിഞ്ഞിട്ട് അവരുടെ നമ്മൾ ലെറ്റ്സ് കുളിക്കാൻ പോകുമ്പോഴത്തേനും ആ ഒരു റൂമിൽ അവർ ഡ്രസ്സ് തൊട്ടിട്ട് അവരുടെ പോസും സംഭവം എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇവൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേനും ഓരോ സെറ്റും ഓരോ റെപ്പും കഴിയുമ്പോഴത്തേനും അവരുടെ പോസും സംഭവങ്ങളും എത്ര അവർ മെറി നോക്കുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റും. ചില പെണ്ണുങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ആംഗിൾ സംഭവം നോക്കുമ്പോഴത്തേനും എന്തുവിടാ ഞങ്ങളുടെ ജിമ്മിൽ ഇതുപോലെ എടുത്തുണ്ടായിരുന്നു ചാപ്രി ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നത്. ഇതുപോലെ ഓരോ വർക്കൗട്ടൊന്നും കാണാറില്ല, പക്ഷെ എപ്പോഴും ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാനല്ല അവിടെ വരുന്നത്, ഫോട്ടോ എടുക്കാനായിരുന്നു. പക്ഷേ അഗൈൻ അത് ഓരോരുത്തർ ചോദിച്ചത്. പക്ഷേ എനിക്ക് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വർക്കൗട്ട് ഞാൻ ലൈഫിൽ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് 2016-15 എന്തോ ഞാൻ ട്രൈ തുടങ്ങിയിട്ട് എനിക്ക് 1-2 മാസം ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കുറേ ഇൻഫ്ലുവൻസിന് സംഭവം കണ്ടിട്ട് ഇങ്ങനെയാണ് വർക്കൗട്ട് എന്നൊക്കെ അറിഞ്ഞ് പോയി. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെന്ന് ജിമ്മിൽ കയറി ഡേ 1 തന്നെ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് 1 മണിക്കൂർ ഞാൻ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് മേത്തുള്ളിൽ വേർപ്പെടുക. അപ്പോൾ ഞാൻ പുള്ളി ഇങ്ങനെ വ്ളോഗിൽ സംസാരിക്കുന്നത് ഞാൻ ക്യാമറ ഓണാക്കി സംസാരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആ വീഡിയോ എൻ്റെ ഇപ്പോഴും ഗൂഗിൾ ഫോട്ടോസ് കിടപ്പുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. ബട്ട് ഞാൻ നോക്കിയപ്പോൾ 2 ദിവസം പോയിട്ടും വർക്കൗട്ട് ചെയ്തൊന്നും ബോഡി മാറുന്നില്ല. അപ്പോൾ ഞാൻ നിർത്തി. പിന്നെ ഞാൻ വീണ്ടും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ ലൈഫിൽ ഞാൻ വേറെ ആൾക്കാർ ഇൻസ്പയർ ആയി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റ് വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇന്ന് നാളെ ബോഡി മാറുന്നില്ല, അതൊരു 5-6 വർഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. പക്ഷേ ആ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ജേർണി പോകുമ്പോഴത്തേനും ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേനും നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്തൊരു സംഭവം നമ്മൾ കണ്ടിന്യൂസ്ലി ബോഡീനെ പുഷ് ചെയ്ത് ചെയ്യുക. അപ്പോൾ അത് ഡിസിപ്ലിനാണ്. അപ്പോൾ അതങ്ങനെ അതിന് സൈക്കോളജിക്കൽ ഒരു ആസ്പെക്ട് ഉണ്ട്. അപ്പോൾ അത് വൺസ് കിക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് അഗൈൻ ഹോപ്പ്ഫുള്ളി അഗൈൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന സംഭവം തന്നെയാണ്. മാക്സിമം ബോഡിയിൽ നോക്കാതെ മാക്സിമം നമ്മുടെ മൈൻഡിലേക്ക് നോക്കാൻ പറ്റും. ബട്ട് അഗൈൻ അത് വലിയൊരു ജേർണിയാണ്. ഞാനതിലൊന്നും ആയിട്ടില്ല. ബട്ട് അതൊരു നല്ല കോൺസെപ്റ്റാണ്. കാരണം കുറേ ആൾക്കാരുണ്ട് അവർ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാക്സിമം ബോഡീനെ എത്ര മൊബൈലായിട്ട് വെക്കാനും അവർ മൈൻഡിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കമ്പയർഡ് ടു ബോഡിക്ക് വേണ്ടി. അപ്പം അങ്ങനെ അതിനൊരു സംഭവമുണ്ട്. അപ്പോൾ അവരുടെ ഫോക്കസ് മൈൻഡിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു സംഭവം ആണെങ്കിലും ലുക്ക് മാക്സ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നല്ലതാണ്. ഗ്രൂമിങ് നല്ല സംഭവങ്ങളെല്ലാം ചെയ്യുന്ന സംഭവം ഇതെല്ലാം ചെയ്യുന്നതല്ല. ബട്ട് ദെൻ ആണുങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് അവരുടെ നമ്പർ 1 കൺസേൺ ഈസ് ഇന്ന് ഞാൻ എങ്ങനെയാണ് ലുക്ക് ചെയ്യുന്നത്, ഇന്ന് ഞാൻ ലുക്ക് മാക്സ് എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫിസിക്കലാകുമ്പോൾ എനിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. കാര്യം എനിക്ക് എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് അവർ ചെയ്യുന്നതിൽ ഇച്ചിരി പ്രശ്നമുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ എനിക്ക് എത്ര അട്രാക്റ്റഡ് തോന്നാറില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യം എനിക്ക് തോന്നുന്ന ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഒപ്പീനിയനിൽ എൻ്റെ ലിമിറ്റഡ് എക്സ്പീരിയൻസിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗൈൻ ബേസിക് സംഭവങ്ങളൊക്കെ ഒബ്വിയസ്ലി നമ്മൾ വൃത്തിയായിരിക്കണം, നാറ്റം വരരുത്, ഗ്രൂമിങ് സംഭവം ബേസിക് സംഭവം എല്ലാം ഉണ്ടാവണം, അങ്ങനത്തെ എല്ലാം ഉണ്ടാവണം. ബട്ട് ദെൻ വൺസ് അത് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് സംഭവം ചെയ്യാൻ പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഫിസിക്കാലിറ്റിയിലായി നമ്മൾ ഫിസിക്കലി എത്ര നമ്മൾ ഉണ്ടെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എങ്കിൽ എനിക്ക് അങ്ങനത്തെ ആൾക്കാർ വലിയ അട്രാക്റ്റഡ് തോന്നുന്നില്ല. കാരണം അവർക്ക് വലിയ സെൻസ് ഓഫ് പർപ്പസ് ഒന്നുമില്ല അതർ ദാൻ ലുക്കും സംഭവം മാക്സിമൈസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ലൈഫിൽ ഇച്ചിരി കൂടി എനിക്ക് തോന്നുന്ന ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല പർപ്പസ് ഉണ്ടാവുക, സംഭവത്തിന് പുറകെ പോവുക, ലൈഫിൽ എന്തെങ്കിലും വലിയത് ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെയാണ്. ബട്ട് ദെൻ അതിൽ ഇതും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു ഇതായിരിക്കും. പക്ഷേ ഇതിലേക്ക് മാത്രം പോകുമ്പോഴത്തേനും എനിക്ക് തോന്നുന്ന അങ്ങനത്തെ ആൾക്കാർ എനിക്ക് പേഴ്സണലി ഇച്ചിരി റിപ്പൾസീവായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ എനിക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ലുക്ക് മാക്സ് ചെയ്യണം, ഇതിങ്ങനെ സംഭവം ചെയ്യണം, അവൻ്റെ 3 വർഷം അവൻ ഫോക്കസ് ചെയ്ത് അവൻ്റെ ജോലി അതിന് വലുതാക്കാൻ വേണ്ടി മാത്രം. അപ്പം എനിക്ക് അങ്ങനത്തെ ആൾക്കാർ എനിക്ക് ഇത്ര അട്രാക്റ്റീവായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. അതാണ് എൻ്റെ ഒരു ടേക്ക്. ഇതിൽ എന്തെങ്കിലും മെൻസ്ബയുടെ ഫൈനൽ ടേക്ക് ഉണ്ടോ? എനിക്കെന്താ പറയാനില്ല. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇനി വ്യൂയിങ് ചെയ്തിട്ട്? ഇല്ല, ഞാനൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇപ്പൊ തന്നെ ഇവിടെ ചെയ്യുമായിരുന്നു കേട്ടോ. ക്യാമറ അങ്ങോട്ട് തിരിഞ്ഞില്ല എന്നുള്ളൂ. ഞാൻ സംസാരിച്ച കണ്ടതായിരുന്നു മെൻസ്ബാങ്ങിനോട്. അപ്പോൾ ഇതുപോലെ തോട്ട്സും സംഭവമൊക്കെ ഉണ്ട് ഈ പറഞ്ഞത്. അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്കുകളും സംഭവം. ആൻഡ് ഇന്നത്തേക്ക് ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യുവാണ്. സോ ടേക്ക് കെയർ ഗൈസ്, ടേക്ക് കെയർ ആൻഡ് ബൈ.